ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. മോർണിംഗ് ടു നൈറ്റ് വരെ നമ്മൾ പുറത്താണ്. സോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞിട്ട് കാറിലോട്ട് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങോട്ട് കുറേ ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ പോകണം. എന്നാലേ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞാലേ അവിടെ എത്തുള്ളൂ. ഞാൻ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോയെ വിട്ടിട്ടില്ല. അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോ ഇല്ല എന്ന് പറയണ്ട, നമുക്ക് ഇങ്ങനത്തെ വീഡിയോ വന്നിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ കുറേ പുഴകൾ കണ്ടു. എൻ്റെ ഉപ്പച്ചി പുഴ എത്തുന്നതിൻ്റെ 3 മിനിറ്റ് മുമ്പൊക്കെ പുഴ എത്താനായി എന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ ഫോണും പിടിച്ചിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് ഉഷാറായി വീഡിയോ എടുത്താൽ മതിയല്ലോ. നിങ്ങൾ നോക്കിക്കേ, നല്ല രസമല്ലേ കാണാൻ. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നമ്മുടെ കരിയത്തും പറയിലോട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു മസ്ജിദ് കണ്ടപ്പം അവിടെ ഇറങ്ങിയിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു കുറ്റി കണ്ടിട്ടോ. എനിക്ക് ഈ കുറ്റി നല്ലപോലെ ഇഷ്ടപ്പെട്ടു, വലിയൊരു കുറ്റി. അപ്പോൾ ഞാൻ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇമ്മച്ചി നിസ്കരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു. പിന്നെ ഞാൻ നിസ്കരിക്കുമ്പോൾ ഇമ്മച്ചി അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിസ്കരിച്ച് കഴിഞ്ഞു. ഇപ്പച്ചിക്ക് ആരോ ഫോൺ വിളിച്ചോണ്ട് തന്നെ ഇപ്പച്ചി നിസ്കരിക്കാൻ പോയിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ആ ഒരു ഗാർഡനിലോട്ട് കയറി. നല്ല രസമുള്ള കുറേ പ്ലാന്റ്സുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മച്ചിക്ക് പ്ലാന്റ്സ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഉമ്മച്ചി പിന്നെ ഇങ്ങോട്ട് എന്തായാലും കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമ്മച്ചിയും ഇക്കാക്കയും ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ഓരോരോ പ്ലാന്റ്സിനെ പറ്റി ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചി. പക്ഷേ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഒരു പകുതി വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ അങ്ങോട്ട് കുറേ പോകാനുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ പോരാൻ നേരത്താണ് മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബൊഗെയിൻവില്ല ഉണ്ടോ, അവിടെ കുറേ ഉണ്ടായിരുന്നുള്ളത്. ബൊഗെയിൻവില്ല അല്ലാതെ ഉണ്ട്, പക്ഷേ ബൊഗെയിൻവില്ലിൻ്റെ കളറൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെറിയൊരു മടി, എന്നാലും ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഈ മസ്ജിദിൽ നിന്നിട്ടായിരുന്നു കേട്ടോ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അതെല്ലാതെ കഴിഞ്ഞപ്പോഴേക്കും കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 3 o'clock ഒക്കെ ആയി. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ നിന്നിട്ട് നമ്മളൊരു മന്തി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ആ ടേസ്റ്റുള്ള മന്തിയും എല്ലാതും കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്നിട്ട് വിട്ടിട്ടുണ്ടായിരുന്നുള്ളത്. മന്തി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 4 o'clock ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ പോവാണ്. അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ ഓരോ ചെറിയ വഴിയിലൂടെ കേട്ടോ പോവുക. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടു. ഈ സ്ഥലത്തേക്കാണല്ലോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ പിന്നെ അവിടെ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഞാൻ അവിടെ കുറേ ചർച്ചുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു ചർച്ചാണ് ഇത്. നല്ല എസ്തറ്റിക് ആൻഡ് കോസി ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാട്ടോ. പിന്നെ അവിടെ കണ്ടോ ഒരു കല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പോയ. എവിടെയായാലും ഇങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറയുന്നുള്ള സംഭവം എല്ലായിടത്തും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം കരിയത്തും പാറ. സ്ഥലത്തിനെ പറ്റി പറയേണ്ടതിൻ്റെമ്മോ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന ഫോട്ടോസൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല രസമുള്ള നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കിടിലൻ സ്ഥലം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ ബ്രൈഡ് ടു ബിയും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നേ. ഞാൻ എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ സ്ഥലം കണ്ടപ്പോൾ. അധികം ആൾക്കാരും ഫസ്റ്റ് അങ്ങോട്ടാണ് പോയത്, കാരണം അവിടെയാണ് നമ്മൾ കാലൊക്കെ ഇട്ട് കളിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഇവിടുത്തെ ഈ മല ഞങ്ങൾ കണ്ടോ, നല്ല രസമുള്ള മലയാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ബാക്കിയുള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് ആ പോയിന്റ് ആ സ്ഥലത്തോട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഈ സ്ഥലം ഒന്ന് നോക്കിക്ക്, നല്ല രസമുള്ള കാണാൻ. ഇവിടെ നിന്നൊക്കെ പിക്നിക്ക് ചെയ്താൽ നല്ല രസം ഉണ്ടാവൂലേ. ഞാൻ പിന്നെ തലങ്ങും വിലങ്ങും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. കുറേ നടന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കും. നല്ല കിടിലം പാട്ടായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നേരമല്ല നിങ്ങൾ ഈ സ്ഥലം മാത്രം കാണുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാതും കാണിച്ചു തരാം. കുറേ പേര് ബ്രൈഡ് ടു ബിക്കും ബർത്ത്ഡേക്കൊക്കെ ഇങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാനും വേണ്ടി വരുന്നുണ്ട്. കാരണം ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുത്താൽ ഞാൻ പറഞ്ഞത് കിടിലം ഫോട്ടോസ് ഇരിക്കുക. ഇങ്ങോട്ട് ടിക്കറ്റായി വരുന്നുള്ളത് 100 rupees ആണ്. കുറേ പേര് ആ പുഴയുടെ ആ സ്ഥലത്തായിരുന്നു. അല്ലാതെയും കുറേ പേര് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിലും പുഴയുടെ സ്ഥലത്ത് കുറേ പേരുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ആയിട്ട് നല്ല രസമുള്ള ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മരച്ചുവട്ടിൽ നിൽക്കാൻ ഒരു വേറെ തന്നെ ഒരു വൈബാണ്. ഞാൻ ഫോണ് തിരിച്ചും മറിച്ചൊക്കെയാണ് വീഡിയോസ് എടുക്കുന്നുള്ളത്. കാക്കയം ഡാമിലേക്കുള്ള വഴിയിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നുള്ളത്. പ്രകൃതി രമണീയമായ കാഴ്ചകളും തെളിഞ്ഞ വള്ളങ്ങളുള്ള ഒരു കിടിലം പുഴകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ അവർക്ക് തിരിച്ചു പോവാനേ തോന്നുകയില്ല. അത്രക്കും ബ്യൂട്ടിഫുൾ ആണ് കരിയാത്തും പാറ.
അവിടെ നമുക്ക് ആടുകളെയും പശുക്കളെയും കുതിരകളെയും എല്ലാത്തിനും കാണാൻ പറ്റും. നല്ല വേരുകളുള്ള കുറേ മരങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ നമുക്ക് ആടിനൊക്കെ കാണാൻ പറ്റുന്നു. അപ്പം ഞാൻ ഒരു ആടിനെ പോയി തൊട്ടുട്ടോ. പിന്നെ പല ആടിൻ്റെ അടുത്തോട്ട് ഞാൻ പോയി. പക്ഷേ ചിലതൊക്കെ നമ്മൾ കുത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം അടുത്തോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. ആകെ ഞാൻ ഈ ആടിൻ്റെ അടുത്തോട്ടാണ് നല്ലവണ്ണം പോയിട്ടുണ്ടായിരുന്നുള്ളത്. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം എനിക്ക് ഭയങ്കര അധികം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റും. ഞാൻ പറഞ്ഞില്ല അവിടെ ബ്രൈഡ് ടു ബീൻ്റെയും അങ്ങനത്തെ ഒക്കെ നടക്കുന്നുണ്ടെന്ന്. അതിപ്പം മാരേജിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നതാണ്. സേവ് ദ ഡേറ്റ് ഇല്ല, അതിനു വേണ്ടി എടുക്കാൻ വന്ന ഫോട്ടോസാണ് കേട്ടോ. അതല്ലാതെ എനിക്ക് അവിടുത്തെ ഈ ഒരു മരം ഉണ്ടല്ലോ അതെനിക്ക് നല്ല മേലേക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ മരമൊക്കെ നല്ലോണം കയറാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ആ മരത്തുമ്പിലൊക്കെ പിടിച്ച് തൂങ്ങി കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. തുപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കരിയാത്തുംപാറനെ പറ്റി പറയാനുള്ളത്. എനിക്ക് എന്തായാലും ഈ സ്ഥലം നല്ല മാതിരിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ കരിയാത്തുംപാറൻ്റെ ആ കല്ലുള്ള സ്ഥലത്തോട് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ ഇപ്പോൾ പോയിട്ടുണ്ട്. അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ കല്ലിൻ്റെ മേളിലൂടെ ഇങ്ങനെ നടക്കണം. ചില കല്ലൊക്കെ നല്ലോണം സ്ലിപ്പാവും. അപ്പോൾ പിന്നെ സൂക്ഷിച്ച് നടക്കണം. അവിടെ പിന്നെ ഇങ്ങനെയൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് കല്ലുകളൊക്കെ പൊറുക്കിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കരിയാത്തുംപാറൻ്റെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീമും അതൊക്കെ വാങ്ങി കഴിച്ചു. ഞാൻ ഐസ്ക്രീം എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ആയിരുന്നു. സോ അതെല്ലാതും ആണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ദെൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നുള്ള ആ ബ്രൈഡിനെയൊക്കെ നമ്മൾ അവിടെ വെച്ചു വീണ്ടും കണ്ടു. ദെൻ നമ്മൾ കാർ എടുത്ത് പോകുമ്പോൾ അവിടെ ഡക്കാണെന്ന് ഫസ്റ്റ് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ശരിക്കും നോക്കിയപ്പോഴാണ് അത് മീൻ പിടിക്കുകയാണെന്ന് മനസ്സിലാക്കിയത്. എന്നിട്ട് പിന്നെ നമ്മൾ കാറൊക്കെ സ്റ്റോപ്പാക്കിയിട്ട് നോക്കിയിട്ടോ. ഒരു കൺഫ്യൂഷൻ്റെ പുറത്ത് നമ്മൾ കാർ വരെ സ്റ്റോപ്പാക്കി. അപ്പോൾ എന്തായാലും അതെല്ലാതും അവിടെ നിന്നിട്ട് ഒരു അങ്കിള് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിന്നർ അയക്കാനും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളത് മമത റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ കയറി ചെന്നപ്പോൾ തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ മുകളിലോട്ട് വന്നു. അവിടെ പറയണ്ടല്ലോ ഒരു സൈഡ് ഫുള്ള് ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വ്യൂ എല്ലാതും കണ്ടിരുന്ന് കഴിക്കാം. അപ്പുറത്തായിട്ട് കസവ് കേന്ദ്രമൊക്കെ ഇരിക്കുന്നുണ്ട്. കസവ് കേന്ദ്രയിൽ ക്രിസ്മസിൻ്റെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ടവർ പോയി മേടിച്ചോളൂ. എന്നിട്ട് പിന്നെ നമ്മൾ അതെല്ലാതും ഓർഡർ ചെയ്ത് കുറേ നേരം ഇരുന്നു കേട്ടോ. ബർഗറും പിന്നെ പൊറാട്ടയും ബീഫിൻ്റെ കറിയും അതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അത് വരാനും വേണ്ടി കുറേ നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. എനിക്ക് പിന്നെ ബോറൊന്നും അടിച്ചില്ല. ഞാൻ ആ ക്ലാസ്സിൻ്റെ ഉള്ളവർ എല്ലാവർക്കും എന്തൊക്കെയാണ് പണി എന്നൊക്കെ നോക്കിയിരുന്നു. പിന്നെ നല്ല രസമുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കസവ കേന്ദ്രയിൽ ഞാൻ എനിക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പുറത്തുനിന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ദെൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊറാട്ടയും ബീഫൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ മക്കളും ഉണ്ട്. ഇക്കാക്കഥ ബർഗറാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത്. ഞാനിങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്ന് നോക്കിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. ഞാൻ റോട്ടിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കിയിരുന്നു കേട്ടോ. അതിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ പിന്നെ ഞാൻ ബർഗർ അൺബോക്സ് ചെയ്യുമ്പോൾ ഒന്നങ്ങോട്ട് നോക്കിയപ്പോൾ അവരവിടെ എത്തി. അതുപോലെ തന്നെ വേറൊരു ഫാമിലിയും നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ബർഗറൊക്കെ ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ പോലെ എടുത്തു. എന്നിട്ട് പിന്നെ ഫുഡ് എല്ലാതും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. സോ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീട്ടിലെത്തിയാൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാത്തിനും മടിയായിരിക്കും. അതായത് നമ്മൾ നല്ല മേക്ക് ടയേർഡ് മുഖം കഴുകി ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വേഗം ഒരു കിടത്തിയിരിക്കും. ക്രിസ്മസിൻ്റെ കിടിലും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ ഡു സബ്സ്ക്രൈബ്. ആൾസോ താങ്ക്സ് ഫോർ വാച്ചിങ്.